യൂട്ടിലൈസ് ചെയ്യാം. ഏതൊക്കെ രീതിയിലുള്ള മാക്സ്വെൽ ഇക്വേഷനെയാണ് നമുക്ക് മോഡിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരിക. ആ ഒരു ചെറിയൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സ്വെൽ ഇക്വേഷനും അതിന് ആ മാക്സ്വെൽ ഇക്വേഷനെ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട ചില നൊട്ടേഷൻസും, അതുപോലെ മാക്സ്വെൽ ഇക്വേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. മാക്സ്വെൽ ഇക്വേഷന് നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇക്വേഷൻസുമായിട്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചില ഇക്വേഷൻസിൻ്റെ ഒരു ഫോർമുലേഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് തീരെ ഒരു കണക്ഷൻ ഇല്ലാത്ത ഇക്വേഷൻസ് അല്ല ബേസിക്കലി മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മാക്സ്വെൽ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വീണ്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ഇതെന്താണ്, ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് ഫോർ എ ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സ്വെൽ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈം വാരിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലാണ് നമ്മൾ മാക്സ്വെൽ ഇക്വേഷനെ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. അത് നമ്മൾ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞു, മാഗ്നറ്റോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒരു ചാർജിന്റെ കേസ് ചാർജ് സ്റ്റാറ്റിക് ആണെങ്കിലാണ് നമ്മൾ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജിന്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡും അതും സംബന്ധിച്ചുള്ള ഫിനോമിനകളുമാണ് നമ്മൾ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സിലും മാഗ്നറ്റോ സ്റ്റാറ്റിസ്റ്റിക്സിലുമായിട്ട് എന്ത് ചെയ്തു നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ചെറിയ റിലേഷൻസ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള റിലേഷൻസ് ഞാനൊന്ന് എന്ത് ചെയ്യാണ്, ഒന്ന് വീണ്ടും ഒന്ന് റീകലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ ഞാൻ ജസ്റ്റ് ഒരു വേർഡ് ടേബിൾ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളെ റെഫറൻസ് ആയിട്ട് നിങ്ങൾ ഈ ഭാഗം ചെക്ക് ചെയ്യേണ്ടത് ഡേവിഡ് കെ ചെങ്ങിൻ്റെ ബുക്ക് ഞാൻ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ബുക്കിൻ്റെ 7th ചാപ്റ്റർ ആണ് നമ്മളിപ്പം റെഫർ ചെയ്യുന്നത്. ആ 7th ചാപ്റ്ററിൽ തന്നെ 7.32 ആണ് നമ്മളിപ്പം നിങ്ങൾക്ക് ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ വരുന്ന ഭാഗം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, 7.1 മുതൽ നിങ്ങൾ ആ ബുക്ക് തുറന്നാൽ എനിക്കറിയാം 7.72 73 എന്ന രീതിയിലാണ് ആ ബുക്ക് ചാപ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 7.3 മുതലുള്ള ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ പറ്റുമെങ്കിൽ ആ ഒരു എൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഗവേണിംഗ് ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് എഴുതുകയാണെങ്കിൽ, ഓക്കെ, സോ ഗവേണിംഗ് ഇക്വേഷൻ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിലാണുള്ള രണ്ട് ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ദെൻ നമുക്ക് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. സോ ഇതിൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്സിലോൺ ഇ എന്നുള്ളതാണ്. ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. അതേപോലെ തന്നെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ കേൾ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ജെ ആണ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഈ റെപ്രസെൻറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഞാൻ ആ റെപ്രസെൻറ്റേഷൻ ഒന്ന് റീകലക്ട് ഇവിടെ എഴുതി വെച്ചു എന്നുള്ളൂ. ഓക്കെ, 1/μ ആണ്. 1/μ ഇൻറ്റു ബി എന്നുള്ളതാണ് എച്ചും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ഈ ഒരു ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേൾ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എടുക്കുമ്പോൾ ഡെൽ ഡോട്ട് ഡി വിൽ ബി ഈക്വൽ ടു റോ ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണ്. അതുപോലെ തന്നെ ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ജെ ആണ്. ജെ എന്ന് പറഞ്ഞതാണ് കറണ്ട് ഡെൻസിറ്റി ആണ്. ഒന്ന് ചാർജ്, റോ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ജെ എന്ന് പറഞ്ഞതാണ് കറണ്ട് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, സോ ആ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്, ജസ്റ്റ് ഒരു റിലേഷൻ ഞാൻ അവിടെ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, somebody want to join again? Second. Okay, Sana. Okay. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് റിലേഷൻ എന്ന് പറയുന്നത്.
ഇനി നമ്മളൊരു ടൈം വാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് നമുക്കറിയാം. ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മാക്സ്വെൽ റിലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാം യൂസ് ചെയ്യുക. ഒരു ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പം സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ചാർജിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഡെൽ ക്രോസ് ഇയിലൊരു വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെൽ ക്രോസ് എച്ചിലൊരു വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മാക്സ്വെൽ ഇക്വേഷൻ ഇതിനെ ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എഴുതുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഡെൽ ക്രോസ് ഇ വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡോ ടി വരാൻ കാരണം എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ. സോ നമുക്ക് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ഈക്വൽ ടു ജെ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്ന് എഴുതി. ദെൻ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഡെൽ ഡോട്ട് ബി അതായത് ഡൈവേർജൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 0. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, ദെൻ തേർഡ് ഇക്വേഷൻ എന്ന് എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. സോ ഇതാണ് ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ മാക്സ്വെൽ ഇക്വേഷൻ. ഓക്കെ, മാക്സ്വെൽ ഇക്വേഷൻ ഇൻ ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ പറഞ്ഞു ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ കേളിൻ്റെ ഡൈവേർജൻസ് കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, കേൾ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി. സോ അതിൻ്റെ അതെന്ന് പറയുന്നത് കേൾ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി ആണ് എന്ന് പറഞ്ഞു. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ രീതിയിൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി ചെയ്തു. ഇനി നമ്മൾ ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത് ചാർജിൻ്റെ ഡിപ്പെൻഡൻസിയാണ്. ചാർജ് മൂവിങ് ചാർജ് ആണോ അതല്ലെങ്കിൽ ഇത് സ്റ്റാറ്റിക് ചാർജോ ആണോ എന്നുള്ളതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്സ് മെയിനായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജ് കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇക്വേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിനെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ഈ ഒരു മാക്സ്വെൽ ഇക്വേഷൻ ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. വെദർ മാക്സ്വെൽ ഇക്വേഷൻ ഈസ് ഫോളോയിങ് ചാർജ് കൺസർവേഷൻ ഓർ നോട്ട് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഈ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഒരു മാത്തമെറ്റിക്കലി നമ്മൾ ചാർജിൻ്റെ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഫീൽഡിനെ നിയന്ത്രിക്കുന്നത്. ആ 3 കണ്ടന്റ് ഒന്ന് മാക്സ്വെൽ ഇക്വേഷൻസ് ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് മാക്സ്വെൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റലി നമ്മളിപ്പം ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് ആണ് മെയിൻലി. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മാക്സ്വെൽ ഇക്വേഷൻ ആണ്. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടും. തേർഡ് വന്നതാണ് ലോറൻസ് ഫോഴ്സ്. ഈ 3 ഇക്വേഷൻസ് ആണ് ബേസിക്കലി ഫണ്ടമെൻ്റൽ ആയിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രൊപ്പഗേഷനെയും അതുപോലെ തന്നെ അതിൻ്റെ ഗവേണിങ് ചെയ്യുന്നതുമായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. മാക്സ്വെൽസ് ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ദെൻ ലോറൻസ് ഫോഴ്സ്. സോ നമുക്കിനി ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പ്രിൻസിപ്പിൾ ഓഫ് ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
it is del dot j equal to minus dou rho by dot t എന്നുള്ള ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഡെൻസിറ്റി ആണ് നമ്മൾ ജെ എന്ന് പറയുന്ന ടെർമിനോളജി പറയുന്നത്. ഈ കറണ്ട് ഡെൻസിറ്റി എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഐ ബൈ എ എന്ന് എഴുതാം, കറണ്ട് ബൈ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ക്യൂ ബൈ എ എന്നുള്ളതാണ് ശരിക്കും ബേസിക്കലി എന്താണ്, റോ എന്ന് പറയുന്നതാണ് ക്യൂ ബൈ എ എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടെർമിനോളജിയാണ്. ഓക്കെ, സോ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, if you are taking the divergence of a charge density, you will be resulting into a minus dou rho of the minus dou by dot t of അല്ലെങ്കിൽ എന്താണ് ടൈം വാരിയിങ് ആയിട്ടുള്ള കറണ്ട് ചാർജ് ഡെൻസിറ്റി ആണ് ബേസിക്കലി എന്താണ് ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വെദർ നമ്മൾക്ക് ഈ തന്നിട്ടുള്ള 4 ഇക്വേഷൻസ് ഈ ഇക്വേഷൻസ് കൺസർവേഷൻ ഓഫ് ചാർജ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഇക്വേഷൻ ഏതാണെന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടില്ല. മാക്സ്വെൽ ഇക്വേഷന്റെ സെറ്റിലെ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ മതി. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. സോ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡൈവേർജൻസ് എടുക്കാം. ദെൻ ഡൈവേർജൻസ് എടുക്കുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽ ഡോട്ട് എച്ച് ജെ എന്ന് വരും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, നമ്മളിപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന്റെ ഡൈവേർജൻസ് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ഐഡന്റിറ്റി പ്രകാരം ഈ ടെർമിനോളജി എന്ന് പറയുന്നത്, അതായത് ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 0 ആണ്. Okay, that means del dot del cross h will be equal to 0, which is equal to del dot j എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. That means again എന്ന് പറഞ്ഞതാണ്, del dot j എന്ന് പറയുന്ന വാല്യൂ ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് എന്താണ്, ഇതൊരു 0 വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഡെൽ ഡോട്ട് ജെ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി. ദാറ്റ് മീൻസ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് ഡെൽ ഡോട്ട് എച്ച് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞ ഇക്വേഷൻ ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്നില്ല. ചാർജ് കൺസർവേഷൻ എന്ത് ചെയ്യുന്നില്ല, ചാർജ് കൺസർവേഷൻ നോട്ട് ഫോളോയിങ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. കൺസർവേഷൻ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യണമായിരുന്നു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഡെൽ ഡോട്ട് ജെ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോട്ട് ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനെ ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കേസിൽ എന്തായാണ്, ഇത് ഈ വാല്യൂ വാലിഡേറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെയ്യാൻ എന്താ പറ്റാം, ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ എന്നറിയാം. പക്ഷെ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, നമുക്ക് ബേസിക്കലി വേണമെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഡോ റോ ബൈ ഡോ ടി. ഓക്കെ, ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ 0 ആയത് എന്താണ്, ഈ ഒരു വാല്യൂ ആണ് ബേസിക്കലി. എന്തുകൊണ്ടാണ്, ഇവിടെയാണ് നമ്മൾ ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്നെടുത്തത്. സോ ഈ ക്വാണ്ടിറ്റി എന്തായി, ബേസിക്കലി 0 ആയതുകൊണ്ടാണ്
ഡെൽ ഡോട്ട് ജെയും 0 ആണെന്ന് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞത്. പക്ഷേ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഡെൽ ഡോട്ട് ജെ വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. സോ നമ്മളെ മാക്സ്വെൽ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ടു മേക്ക് മാക്സ്വെൽ ഇക്വേഷൻ കൺസിസ്റ്റൻറ്റ്, ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് to make it consistent, what I was supposed to do is that del cross H can be written as, okay, del dot J plus dou rho by dot T എന്നുള്ള ടെർമിനോളജിയിൽ എനിക്ക് എഴുതാൻ പറ്റണം. എന്നാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഈ പെർട്ടിക്കുലർ കേളിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചാർജ് കൺസർവേഷൻ ഫോളോ ചെയ്യുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. കാരണം മാക്സ്വെൽ ഇക്വേഷൻ്റെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ഈ ഇക്വേഷന് ഒരു നമ്പർ കൊടുക്കുന്നു. ഈ പെർട്ടിക്കുലർ ഇക്വേഷന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന് നമ്മൾ 5th എന്ന് കൊടുത്തില്ല. ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മുടെ 5th ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷന് 6th ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, then this will be our 7th one. ഓക്കെ, നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ്റെ തേർഡ് പോസ്റ്റുലേറ്റ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഞാൻ എഴുതിയിട്ടുള്ളത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്നാണ് എഴുതിയിട്ടുള്ളത്. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ജെ വിൽ ബി പ്ലസ് ഡോ ഡെൽ ഡോട്ട് ഡി, ഓക്കെ, ഡിവൈഡഡ് ബൈ ഡോട്ട് ടി എന്നുള്ള ഫോർമാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇക്വേഷനെ ഫർദർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ ഈ ചെയ്തത്? ഓക്കെ, ഞാൻ ഫർദർ ഇതിനെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഇതിലെ ഈ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഞാൻ എന്താണ് പുറത്തെടുക്കുകയാണ്. ഡെൽ ഡോട്ട് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നുള്ള ഫോർമാറ്റിലേക്ക് ഈ ഇക്വേഷനെ ഫർദർ ഞാൻ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നുള്ള ഫോർമാറ്റിൽ ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും എന്താണ്, രണ്ട് സൈഡിലും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പം ഈ ഇക്വേഷൻസിന് രണ്ട് സൈഡിലും നമുക്ക് ഡെല്ലിൻ്റെ ഓപ്പറേഷൻസ് ആണുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസിന് ഏത് ഫോമിൽ ചെയ്യാൻ പറ്റും, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ ക്യാൻ ബി റിട്ടൺ ആസ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻസിനെ റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ബേസിക് ഈ ഇക്വേഷൻ എന്താണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ബേസിക്കലി ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ എപ്സിലോൺ ഇ ബൈ ഡോട്ട് ടി എന്ന് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ ഡെൽ ക്രോസ് എച്ച് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെ പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോട്ട് ടി എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്തായി സംഭവം ക്ലിയർ ആയി. എന്താണ് ഈ ഇക്വേഷൻ ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് ഒരു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇവിടെ എന്താണ് ഈ ഒരു കേസിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടൈം വേരിയേഷൻ ആണ് ഡോ ഇ ബൈ ഡോട്ട് ടി എന്ന് പറയുന്ന വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഒരു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ഗീവ് റൈസ് ടു എ
magnetic field. Okay, even in the absence of current flow. That means ഈ കറണ്ട് ഡെൻസിറ്റി 0 ആണെങ്കിൽ പോലും എന്ത് ചെയ്തു, ഒരു ടൈം വാരിങ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള എന്താണ്, we introduced a term called dou d by dot t. ഈ dou d by dot t എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ എന്താ പറയുന്നത്, റോ ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്നാണ് നമ്മൾ എടുത്തത്. സോ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്നാണ് ഈ ടെർമിനോളജിനെ നമ്മൾ പറയാം. ഓക്കെ, സോ അതിനു മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുകയാണ്. ഈ ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു ടൈം വാരിയിങ് ആയിട്ടുള്ള ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് give rise to time varying electric field will give rise to a magnetic field എന്നുള്ളതാണ് ഈ above equation. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നമുക്ക് നിങ്ങൾ എഴുതുകയാണെങ്കിൽ rise to magnetic field എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ്, അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് കറണ്ട് ഫ്ലോ. അതായത് J0 ആണെങ്കിൽ പോലും എന്താണ്, നമുക്ക് ഒരു ടൈം വാരിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യാണ് അവിടെ ഒരു ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കറണ്ട് ഫ്ലോ. ഓക്കെ, J=0 ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, ഈ ടൈം വാരിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നമ്മുടെ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്തത്, ഡോ ഡി ബൈ ഡോട്ട് ടി എന്ന് പറയുന്ന ടെർമിനോളജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെർമിനോളജി എന്ന്. ഇനി ഡോട്ട് ഡി ബൈ ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്നാണ് ഇതിനെ നമ്മൾ ടെർമിനോളജി പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അഗൈൻ കറണ്ട് ഡെൻസിറ്റി ആയതുകൊണ്ട് A/മീറ്റർ സ്ക്വയർ, I/A എന്ന് പറയാറില്ലേ. സോ അതായത് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഞാൻ മാക്സ്വെൽ ഇക്വേഷൻ നമുക്കിപ്പം മാക്സ്വെൽ ഇക്വേഷൻ്റെ വേറൊരു ഫോർമാറ്റ് കിട്ടിയില്ലേ. ആ 4 ഇക്വേഷൻ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇതാണ്, നമുക്ക് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു നമ്മുടെ പുതിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേരിയേഷൻ ഇല്ല, മൈനസ് ഡോ ബി ബൈ ഡോട്ട് ടി എന്നുള്ള ഇതുണ്ട്, ഫോർമാറ്റിലേക്ക് വന്നു. ഇവിടെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. നെക്സ്റ്റ് നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷൻ ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി. സോ ഒരു ടൈം വാരിങ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, give rise to a new equation and a magnetic field. Okay, then we have del dot D equal to rho എന്ന് വേണമെങ്കിൽ എഴുതാം. del dot B എന്ന് പറയുന്ന ടേം എന്താണ്, 0 ആണ്. സോ ഇതാണ് നമ്മുടെ പുതിയ സെറ്റ് ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 9th വൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ അതിന് മുമ്പ് 8th വൺ കൊടുത്തില്ല. 8th വൺ എന്ന് പറയുന്നത് del dot 8th കൊടുത്തില്ല. എയ്ത്ത് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, then we have 10th one. Then okay, നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് നമ്പറിങ് കൊടുക്കുന്നത്, നമുക്ക് ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി മാക്സ്വെൽ ഇക്വേഷൻ എന്നതിൻ്റെ പ്രോപ്പർ ഫോമാറ്റായിട്ട്, അതായത് ഇപ്പം എന്താണ് ഇതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ചാർജ് കൺസർവേഷൻ എന്നുള്ള ഭാഗം ഫോളോ ചെയ്യാത്ത ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അതാണ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നുള്ളത് നമ്മൾ ആ കൺസർവേഷൻ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് കൺസിസ്റ്റൻ്റ് ആക്കി.
സോ ഈ ലിസ്റ്റ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി വീണ്ടും ചില സമയത്ത് നിങ്ങൾ ഇതിൻ്റെ തന്നെ റീഫോർമുലേഷൻ പല വേളകളിലും നിങ്ങൾ കാണും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വാക്വത്തിൻ്റെ കേസിലും മാറ്ററിൻ്റെ കേസിലും എങ്ങനെയാണ് മാക്സ്വെൽ ഇക്വേഷൻ വാരി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ സ്ലൈഡ് ഒന്നുകൂടെ എന്ത് ചെയ്യുക നോക്കാം. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻ്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് ഈ ഒരു മാക്സ്വെൽ ഇക്വേഷൻ പ്ലസ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി ദെൻ ഫോർ ലോറൻസ് ലോ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പറയുന്ന ആ ഇക്വേഷനും കൂടെ ചേർന്നതാണ് ഫൗണ്ടേഷൻ ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ മാക്സ്വെൽ ഇക്വേഷൻ പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിനാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിനാസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ അതാണ് മാക്സ്വെൽ ഇക്വേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. സോ ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കുറച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ 4 മെയിൻ ആയിട്ടുള്ള വെക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഡി, ഇ, ബി, എച്ച് എന്ന് പറയുന്ന 4 വെക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അതായത് ഇതിൻ്റെ 3 ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 12 ഡയറക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 into 4 12 ഡയറക്ഷൻസിൽ അതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ ഇക്വേഷൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡി എന്ന് പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതേപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞ ടെർമിനോളജി ബി ബൈ മ്യൂ പെർമിയബിലിറ്റിൻ്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. സോ ഈ ഭാഗം ക്ലിയർ ആണോ? ഈ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്ത ഭാഗം ഇപ്പോൾ മാക്സ്വെൽ ഇക്വേഷൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോർമാറ്റ്, കുറച്ചുകൂടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അങ്ങനെ വേണമെങ്കിൽ പറയാം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാക്സ്വെൽ ഇക്വേഷൻ ആണ് നമ്മളിപ്പം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ കൺസിസ്റ്റൻ്റ് മാക്സ്വെൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് രണ്ടല്ല, മാക്സ്വെൽ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഈ ഭാഗത്ത് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതോ ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാത്തതോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് റൈസ് ചെയ്താൽ അത് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാം. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് റെസ്പോൺസ് ഐദർ ചാറ്റിലിടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. ഓക്കെ, എല്ലാവരും കൂടെ ഒരു സമയത്ത് അൺമ്യൂട്ട് ആക്കരുത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു സെഷൻ കൂടെ ഞാൻ തരുന്നതാണ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഭാഗമാണ്. ഈ മാക്സ്വെൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഓഫ് എ മാക്സ്വെൽ ഇക്വേഷൻ എന്താണ് ബേസിക്കലി നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇൻ്റഗ്രൽ ഫോം ഓഫ് എ മാക്സ്വെൽ ഇക്വേഷൻ, ഇൻ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ. ഈ ഇൻ്റഗ്രൽ ഫോം ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് മാക്സ്വെൽ ഇക്വേഷൻ ബേസിക്കലി നമ്മളോട് കൺവേ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച പലതുമായിട്ട് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസിന് പല സ്പേസ് ഉണ്ട്. ഓക്കെ, മാക്സ്വെൽ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത 9 to 12 മുതലുള്ള വരെയുള്ള 4 ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു എവരി പോയിന്റിൻ്റെ സ്പേസിന് എന്താണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് ആണ് എന്താണ് ആ ഒരു ഇക്വേഷൻസിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്,
ഒരു ഏരിയ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇവാലുവേഷനിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പെർട്ടിക്കുലർ ഏരിയ ഓഫ് റെപ്രസെൻറ്റേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യണത് ഈ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഡെറിവേറ്റീവ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ഡെൽ ഓപ്പറേഷൻ ആണ്, ഏത് ഓപ്പറേഷൻ ആവട്ടെ, ഡെൽ ആവട്ടെ, കേൾ ആവട്ടെ, ഡെൽ ഡോട്ട് ഡീൻ്റെ ഓപ്പറേഷൻസ് ആവട്ടെ, ബേസിക്കലി ആ ഓപ്പറേഷൻ മീൻ ചെയ്യുന്നത് എന്താണ്, ഡോ ബൈ ഡോ ടി എന്ന് പറയുന്ന ഓപ്പറേഷൻസ് തന്നെയാണ്. അതായത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അതിനെ എക്സ്പെൻഡ് ചെയ്ത് പറയാം. അതായത് ഒരു ഒന്നോ രണ്ടോ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിലേക്കുള്ള ക്രോസ് സെക്ഷണൽ ഏരിയയിലുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള മാക്സ്വെൽ ഇക്വേഷൻ നമ്മളോട് കൺവേ ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞത്. സോ നമുക്കൊരു ഷേപ്പ്, ഒരു കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള ഒരു ഏരിയ അഡ്രസ്സ് ചെയ്യണം, ഒരു ബിഗർ ഷേപ്പ് നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യണം, നമുക്കൊന്നുകൂടെ എൻലാർജ് ചെയ്യണം, ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എൻലാർജ് ചെയ്യണം, ഇതിൻ്റെ ഒരു സ്കോപ്പ് എൻലാർജ് ചെയ്യണം. അപ്പം അത് എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സമ്മേഷൻ ഓഫ് എ പെർട്ടിക്കുലർ തിങ്ങിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എക്സ്പാൻഷൻ ആണ്. നിങ്ങൾ ആദ്യം ഒരു ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെങ്കിൽ അതൊരു ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയയിലേക്ക് നമ്മളുടെ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് എ സമ്മേഷൻ ഓഫ് മെനി ഐറ്റംസിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ലാർജർ എൻവയോൺമെൻറ്റ് കവർ ചെയ്യാൻ വേണ്ടി, ലാർജർ ആസ്പെക്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഞാൻ എന്തായാലും ഫസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻസ് ഉണ്ട്. മാക്സ്വെൽ ഇക്വേഷൻ്റെ 9th ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത 9th ഇക്വേഷൻ എടുക്കുകയാണ്. അതെന്താണ്, ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടൈം വാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് തരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ പറയാൻ പറ്റും. ഓക്കെ, ടൈം വാരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ്റെ ജനറലൈസേഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നാണ്. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഓപ്പൺ സർഫസ് എടുക്കുക ചെയ്യുന്നത്, ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ ആണ് ചെയ്യുന്നത് വിത്ത് എ കോണ്ടൂർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓക്കെ, വി ആർ അപ്ലൈയിങ് ഡെൽ ഡോട്ട് ഇ ഡി എസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഓവർ എ സർഫസ് ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് എ കോണ്ടൂർ. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡെൽ ക്രോസ്, ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്, സോ ഇൻ്റഗ്രൽ ആണ് ഇൻ ദ സൈഡ് ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസിനെ നമുക്ക് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്ന ഇക്വേഷൻ തിയറം നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു ബേസിക്കലി ഒരു ഡൈവേർജൻസും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തിയറമാണ്. അത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് സർക്കിൾ ഏരിയ ഓഫ് എ പെർട്ടിക്കുലർ തിങ്, ഞാൻ ഇതാണ് ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞതിൻ്റെ ഏരിയ എടുക്കുകയാണെങ്കിൽ ഡോട്ട് ഡി എസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സം മെറ്റീരിയൽ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എ ഡോട്ട് ഡി എൽ എന്നുള്ള രീതിയിലേക്ക് ലെങ്ത്തിൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ കേളിൻ്റെ സർഫസ്, ക്ലോസ്ഡ് സർഫസ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എ ഡോട്ട് ഡി എൽ എന്നുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എ എന്ന് പറയുന്നത് ഞാൻ സ്പെസിഫിക് ഒരു ഫംഗ്ഷനെ എടുത്തു എന്നുള്ളൂ, ഒരു വെക്ടറിനെ എടുത്തു എന്നുള്ളൂ. ആ വെക്ടറിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്സ് ചെയ്യാൻ പ്രകാരം അതിൻ്റെ
ലൈൻ ഇൻ്റഗ്രൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സോറി, ഇവിടെ ഡെൽ ക്രോസ് ആണ്, ഡെൽ ക്രോസ് ഇ ആണ്, സോറി. ഓക്കെ, സോ ഈ ഒരു ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്തിട്ട് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും, ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എൽ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇ ഡോട്ട് ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ്, ഓക്കെ, മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്നുള്ള ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? സോറി, ഞാൻ ഓക്കെ ഫൈൻ, മൈനസ് ഡോ ബി ബൈ ഡോട്ട് ടി എസ്. സോ ഈ ഇക്വേഷൻ എന്താ ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് 13th ഇക്വേഷൻ എന്ന് പറയാം. ഇത് ബേസിക്കലി പറയുന്നത് എന്താണ്, ഫാരഡേസ് ലോ ഓഫ്, നിങ്ങൾക്ക് ഫാരഡേ ലോ പഠിച്ചിട്ടുണ്ട്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്, സിമിലർ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇക്വേഷൻ, അതായത് കേൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഡോ ബി ബൈ ഡോ ടിയുടെ ഇൻ്റഗ്രൽ എടുത്തപ്പം, ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തു. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തപ്പം ആ ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്നുള്ള ഫോമിൽ എഴുതി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അലോങ് സർക്കുലർ ലൂപ്പ് അല്ലെങ്കിൽ ലൈൻ എന്നുള്ളത് എന്താണ്, ഇൻ ടേംസ് ഓഫ് സർഫസ്, ടൈം വാരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ അതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള ഡെൽ ക്രോസ് എച്ചിനെയും നമുക്ക് ഇതേ ഫോമിൽ എഴുതാൻ പറ്റും. അത് എഴുതുകയാണെങ്കിൽ ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് ഡോട്ട് ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ്, ഓക്കെ, എസ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള, ഓക്കെ, ജനറലൈസേഷൻ ഓഫ് ആംപിയർ സർക്യൂട്ട് ലോ ആണ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജനറലൈസേഷൻ ഓഫ് എ ആംപിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 14th ഇക്വേഷൻസ്. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കേളിൻ്റെ ഇക്വേഷൻ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത് ഡി എസ് ഓവർ ഡി എസ് കോണ്ടൂർ. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെയും സർഫസ് ഇൻ്റഗ്രൽ എടുത്തു, ഡോട്ട് ഡി എസ്. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡോട്ട് ഡി എസ്. സോ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും ജനറലൈസ്ഡ് ആംപിയർ സർക്യൂട്ട് ലോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആംപിയർ സർക്യൂട്ട് ലോ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഭാഗം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കുക. ഇനി ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ എന്താണ്, സർഫസ് ആണ് രണ്ട് സൈഡിലും എടുത്ത്, ഒരു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ആണ് രണ്ട് കേസിലും എടുത്തിട്ടുള്ളത്. നമ്മളൊരു ഇനി നമുക്കുള്ള രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ഉണ്ട്, അതുപോലെ തന്നെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ രണ്ട് കേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ വോള്യൂം ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ ഡെൽ ഡോട്ട്, ഓക്കെ, ദെൻ നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ വിൽ ബി, ഓക്കെ, ഡെൽ ഡോട്ട് ഡി എസ് വിൽ ബി ഈക്വൽ ടു ഡോ, ഇവിടെ വി സെക്കൻഡ്സ്, ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. സോ ഇതിലൂടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോറി, ഡെൽ ഡോട്ട് ഡി ആണ്, ഡെൽ ഡി വി ഡെൽ ഡോട്ട് ഡി ഡോട്ട് ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ വി, ഓക്കെ,
ഡോ ഡി വി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും വോളിയം ഇൻ്റഗ്രൽ എടുത്തു. ഓക്കെ, വോളിയം ഇൻ്റഗ്രൽ എടുത്തു. ആ വോളിയം ഇൻ്റഗ്രലിന് എന്ത് ചെയ്യാം, ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഇൻ ടേംസ് ഓഫ് ഡി ഡോട്ട് ഡി എസ് ആക്കി. അതായത് ഡൈവേർജൻസ് തിയറം പറയുന്നത് എന്താണ്, ഡെൽ ഡോട്ട് ഡി ഡി വി ക്യാൻ ബി റിട്ടൺ ആസ് ഡി ഡോട്ട് ഡി എസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇതിനെയാണ് ഡൈവേർജൻസ് തിയറം എന്ന് പറയാം. ഓക്കെ, സോ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വൺ സൈഡ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തപ്പം ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡോ വി എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ 15th ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓവർ എ വോളിയം ഇൻ്റഗ്രൽ, ഓവർ എ സർഫസ് ഇൻ്റഗ്രൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രൽ ആണ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, വിച്ച് ഈസ് കോൾഡ് ഗോസസ് ലോ. ഓക്കെ, സോ ഇതേപോലെ ഫോർത്ത് ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ, ഫോർത്ത് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് അഗൈൻ വോളിയം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് ഇക്വേഷൻ എന്താണ്, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഡെൽ ഡോട്ട് ബി ഡി വി എന്ന് പറഞ്ഞത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ടൈം വിൽ ബി 0, ദാറ്റ് ഓൾറെഡി വി നോ. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെൽ ഡോട്ട് ബി ഉണ്ടാവില്ല, ഡി എസ് ഈക്വൽ ടു 0 എന്ന് വരും ആൻസർ. സോ ഈ ഇക്വേഷന് നമ്മൾ പറയാം, ഇതിന് പ്രത്യേകിച്ച് ജനറലൈസേഷൻ ഒന്നുമില്ല. ഇവിടെ നമുക്ക് പറയുന്ന പോസ്റ്റുലേറ്റ് നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്. ഓക്കെ, സോ ജെ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റിയുടെ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ രണ്ടിന് ഇതിന്റെ കോമ്പിനേഷൻ ആണ്. ഒന്നൊരു കൺവെക്ഷൻ എന്ന് പറയുന്ന കൺവെക്ഷൻ ചാർജ് ഡെൻസിറ്റിയുടെ കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ പ്ലസ് എന്താണ്, കണ്ടക്ഷൻ ചാർജ് ഡെൻസിറ്റിയുടെ ടെർമിനോളജിയും കൂടെ ചേർന്നതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി. ഡെൽ ക്രോസ് എച്ചിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്നതിൽ അതിന് നമ്മൾ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടേം, അതിൽ ജെ എന്ന് പറഞ്ഞ ടേം എന്താണ്, അവിടെ ഉണ്ടാകുന്ന കൺവെക്ഷൻ ചാർജിന്റെ ഫ്ലോ കൊണ്ട് കറണ്ട് ഫ്ലോ കാരണം ഉണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ചാർജ് ഡെൻസിറ്റിനെ ഇലക്ട്രിക് ഫീൽഡ് പ്രസൻസ് കൊണ്ടുണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതിന്റെ ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്ന ടെർമിനോളജി. ഓക്കെ, ഡോ ഡി ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡോ എപ്സിലോൺ ഇ ബൈ ഡോ ടി ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജെ എന്ന് പറഞ്ഞ ടെർമിനോളജി ഉണ്ട്. ഞാൻ ഇവിടെ ടോട്ടൽ ജെ ആണ് പറയുന്നത്. ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന ടെർമിനോളജി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം റെപ്രസെന്റ് ചെയ്യുന്നത് കൺവെക്ഷൻ ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ചാർജ് ഡെൻസിറ്റി ആണ്. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു കണ്ടക്റ്റിംഗ് മീഡിയത്തിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചാർജിന്റെ ഫോമിനെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ എന്ന് പറയാം. ഐ ഇൻ സർഫസ്, ഒരു സർഫസ് ഏരിയയിൽ ഉണ്ടാവുന്ന കറണ്ട് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് എന്ന് പറയാം. കറണ്ട് ഡെൻസിറ്റി ഇൻ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കറണ്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സർഫസ് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഇവാലുവേഷൻ വരിക. അതുപോലെ തന്നെ ഇന്റഗ്രൽ റോ ഡി ബി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ എ ടോട്ടൽ ചാർജ് ക്യൂ എൻക്ലോസ്ഡ് ഇൻ
a particular surface called S എന്ന് പറയാം. ഓക്കെ, ആ പെർട്ടിക്കുലർ സർഫസിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഇൻ്റഗ്രൽ റോ ഡോട്ട് ഡി വി എന്ന് പറയുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്, ഓക്കെ, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞു നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് ഇൻ എ, ഓക്കെ, സോ അവിടെ എന്താണ് ഒരു ക്ലോസ്ഡ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുമ്പം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ് എന്നുള്ളതിൻ്റെ കൂടെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഒരു ടെർമിനോളജി പറഞ്ഞത്. നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്, അതേപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഒരു ടേബിളാർ ഫോമിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ആ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാൻ മാക്സ്വെൽ ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഒരു വൺ സൈഡ് എഴുതും, differential form of a Maxwell equation, then integral form of a Maxwell equation, okay, integral form of Maxwell equation, okay, integral, okay, form of a Maxwell equation. പിന്നെ എന്താണ് ആ പെർട്ടിക്കുലർ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നമ്മൾ എഴുതിയ എന്താണ് ഫൈ സി ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു, ഞാൻ അതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് എഴുതിയത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അവിടെ നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ ഉണ്ടാകുന്നതനുസരിച്ച് എന്താണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ഡി ഫൈ ബൈ ഡി ടി എന്ന് എഴുതി. ഓക്കെ, ആ ബീനെ അവിടെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ എന്താണ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്നായിരുന്നു. സോ അവിടെ അത് കൺവേർട്ട് ചെയ്തിട്ട് എന്താണ് അവിടെ ഫൈ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഉണ്ട്. ഫൈ എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ അതിനെ മൈനസ് ഡി ഫൈ ബൈ ഡി ടി എഴുതി. സോ അത് പറയുന്നത് എന്താണ് ഫാരഡേസ് ലോ ആണ്. ഓക്കെ, ഫാരഡേസ് ലോ മനസ്സിലായില്ല എങ്ങനെയാണ് ഫാരഡേസ് ലോ ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു, സോറി ക്രോസ് ബി നല്ല രീതി എച്ച് നൽകി, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ. സോ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നമ്മൾ എഴുതി ഇൻ്റഗ്രൽ കോണ്ടൂർ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ പ്ലസ്, ഞാൻ എന്താ പറഞ്ഞു ആ ജെ ഡോട്ട് ഡി എസ് എന്നുള്ളതിന് എന്ത് ചെയ്തു ആ ഇൻ്റഗ്രലിൽ ഞാൻ എന്ത് ചെയ്തു ഐ എന്ന് എഴുതി. ഓക്കെ, ഐ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് എസ് ഡോ ഡി ബൈ ഡോ ടി ഡോട്ട് ഡി എസ് എന്നുള്ള ഫോമിൽ എഴുതി. ഇത് പറയുന്നതാണ് ആംപിയർ സർക്യൂട്ടൽ ലോ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഈ ടെർമിനോളജി 0 ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടുക സി എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ, നമ്മൾ മ്യൂ 0 ഐ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം ബി ഡോട്ട് ഡി എൽ എടുത്തു കഴിഞ്ഞാൽ എന്തായി ഇവിടെ ബി ഡോട്ട് ഡി എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മ്യൂ 0 ഐ എന്നായിരിക്കും ആ ടെർമിനോളജി വരിക. ദാറ്റ് മീൻസ് യു വിൽ ബി ഗെറ്റിംഗ് എ ആംപിയർ സർക്യൂട്ടൽ ലോ. ഓക്കെ, ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ബേസിക് ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ എന്നായിരുന്നു നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഓൾമോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇഫ് ദിസ് വാല്യൂ ഇസ് 0. ഓക്കെ, അപ്പോൾ ആ ഒരു നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ ഒരു മാക്സ്വെൽ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആംപിയർ സർക്യൂട്ടൽ ലോ നമുക്ക് എന്ത് ചെയ്യാം ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഓൾമോസ്റ്റ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോയിനെ കണ്ടക്റ്റിംഗ് മീഡിയം എന്നുള്ളതാണ് ഈ ഒരു റൂള് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എന്നുള്ളതാണ്. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു വോളിയം ഇൻ്റഗ്രലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത്. പക്ഷേ എന്താണ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു അതിനെ നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്തു. സോ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞു ചാർജ് എൻക്ലോസ്ഡ് ഇൻ അതായത് ചാർജ് ഡെൻസിറ്റി എൻക്ലോസ്ഡ് ഇൻ എ വോളിയം എന്ന് പറയുന്നത് എന്താണ്
അവിടെ ഉണ്ടാവുന്ന ക്യൂ ആണ്. സോ നമുക്ക് ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് കിട്ടുന്ന ക്യൂ ആണ്. ഇവിടെ നമ്മൾ ജെ ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന ഐ എന്ന് എഴുതിയ പോലെ നമ്മൾ നേരത്തെ മേലെ പറഞ്ഞ ഇക്വേഷൻ, അതായത് ഡോ വി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ബേസിക്കലി എന്താണ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ്. സോ ഡോട്ട് ബി എന്നുള്ളത് എന്താണ്, ക്യൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, സോ അപ്പോൾ ആ ഇക്വേഷൻ എന്തായി, അതും കൺവേർട്ടഡ് ആയി. ഇതെന്താണ്, നിങ്ങൾക്കറിയാം ക്ലോസ്ഡ് സർഫസിലുള്ള സംഭവം നിങ്ങൾ ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്ന് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ എന്താണ്, ക്ലോസ്ഡ് സർഫസിന്റെ കേസിലാണ് ഇവിടെ എപ്സിലോൺ ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ എന്ന് വരും. ഓക്കെ, അത് തന്നെ ആയിരുന്നില്ലേ ഗോസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഗോസ് ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ഇതെന്താണ് മാക്സ്വെൽ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത്, ഈ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, റെപ്രസെന്റ് ചെയ്യുന്നത് ഗോസസ് ലോനെ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. സോ ഇതിന് നമ്മൾ വോളിയം ഇന്റഗ്രൽ എടുത്തു, ദെൻ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തു, which will be then equal to b dot ds is equal to 0 എന്ന ഫോമാറ്റ് കിട്ടി. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ലോ ഒന്നും കോറിലേറ്റ് ചെയ്യാനില്ല, പക്ഷെ അവിടെ പറയാനുള്ളതാണ് നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് എന്നുള്ളതാണ്. നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് എന്നുള്ള ഫിനോമിന നമ്മൾ അഡ്രസ് ചെയ്തു. അതേപോലെ തന്നെ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ കേസിൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഒരു ക്ലോസ്ഡ് സർഫസിന്റെ കേസിൽ in a closed surface magnetic flux will be equal to 0. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ് ഷെറഫ് സാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മാക്സ്വെൽ ഇക്വേഷന് നമ്മൾ ഫസ്റ്റ് ഒരു 4 സെറ്റ് ഓഫ് മാക്സ്വെൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ആ മാക്സ്വെൽ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയെ കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കണ്ടപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കൺസിസ്റ്റന്റ് അല്ല എന്ന് മനസ്സിലായി. അത് കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് പ്ലസ് ഡോറോ വൈ ഡോട്ട് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ആ മാക്സ്വെൽ ഇക്വേഷന്റെ ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു ഫോർമുലയിലേക്ക് എന്ത് ചെയ്തു, ആ ടോട്ടൽ ഇക്വേഷൻസിന് നമ്മൾ കൊണ്ടുവന്നു. ആ രീതിയിൽ നമുക്ക് മാക്സ്വെലിന്റെ 4 ഇക്വേഷൻസിന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ, ദെൻ ആ 4 ഇക്വേഷൻസിന്റെ ഇന്റഗ്രൽ ഫോം എടുത്തു. ഫസ്റ്റ് കേളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ആണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ രണ്ട് ഫസ്റ്റ് കേസിൽ ഫാരഡേസ് ലോ ആണ്, സെക്കൻഡ് കേസിൽ ആംപിയർ സർക്യൂട്ട് ലോൻ്റെയും ഒരു ഫോളോയിങ് അപ്പ് ആണ് നമുക്ക് അതിന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റിയത്. നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡൈവേർജൻസ് ആയിട്ടുള്ള ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് വോളിയം ഇന്റഗ്രൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്തപ്പം നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്, ഗോസസ് ലോ ആയിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഫർമേഷൻ തന്നു, നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജസ് ഇൻ എ ക്ലോസ്ഡ് സർഫസ് മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻഫർമേഷൻ കിട്ടി. സോ ഈ 4 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് മാക്സ്വെൽ ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ റെപ്രസെന്റിങ് ഫാരഡേസ് ലോ, second one representing ampere circuit law, third one representing Gauss's law, and fourth one, there is no isolated magnetic charges in a closed surface, magnetic flux will be equal to 0 എന്ന് പറയുന്ന പോയിന്റുകളാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയത്. ഇതാണ് നിങ്ങളുടെ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്കത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 11:45 തോന്നുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ചോദിച്ചിട്ട് ഒരു 5 മിനിറ്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം.
ഓക്കെ ആണോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ് എന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാനത് റിപ്ലൈ തരുന്നതാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടുകൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷൻ നാളെ ഞാൻ സമയം അനൗൺസ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറ്റുന്നുണ്ട് സാർ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. നമ്മൾ രണ്ട് മിക്സപ്പ് ചെയ്തിട്ടാണ് ക്ലാസ് കൊണ്ടുപോവുക. ഇപ്പോൾ ഇതൊരു ഡെറിവേഷൻ്റെ ഭാഗമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നിങ്ങൾ കാണുന്ന നോട്ട് പാഡ് ബുക്ക് വെച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കുറച്ച് PPT ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കേസിലാണെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ മോഡിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന പോലെ. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെങ്ങിൻ്റെ 7.3 എന്ന് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അതിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് ആ 7.3യുടെ അവസാനം. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അത് നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ആരെങ്കിലും ഒന്ന് ആ പ്രോബ്ലം ഒന്ന് നമ്മൾ ഇതിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, എന്താണ് ഇന്ന് കണ്ടൻറ്റ് എന്നുള്ള സംഭവം. അപ്പോൾ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ് വരിക. ഓക്കെ, ദെൻ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം മീറ്റിംഗ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂം കയറിയില്ലേ? അപ്പോൾ 9 പേരോ 7 പേരോ കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ആ കോഡും ലിങ്കും യൂസ് ചെയ്തിട്ട് കയറുക കേട്ടോ, നമ്മൾ ആ ഗ്രൂപ്പിലുണ്ട്. Anyone have anything to discuss? If not, you can leave. Thank you. എന്താ അഭിലാഷ്